ഇരയോ മൊഴിയോ ഇല്ലാത്ത കെട്ടിച്ചമച്ച കേസ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാന വാദം ഇതാണ്. പക്ഷേ ആ വാദം പൂർണ്ണമായി തള്ളിക്കൊണ്ട് അതിജീവിതയുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. ആദ്യ പരാതിയിലേതിന് സമാനമായി തന്നെ ഒരുപക്ഷെ അതിലേറെ തീക്ഷ്ണമായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വൈകൃതം ചൂണ്ടിക്കാട്ടുന്ന ഗുരുതര ആരോപണങ്ങളാണ് രണ്ടാം കേസിലെ അതിജീവിതയുടെ മൊഴിയിലുള്ളത്. പക്ഷേ പുതിയ ആരോപണങ്ങൾ പുറത്തു വരുമ്പോഴും രാഹുൽ കാണാമറയത്ത് ഏതോ മാളത്തിൽ തന്നെയാണ്. ഇരകളായ പെൺകുട്ടികളോടെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് ഒരേ പാറ്റേണിലുള്ള ലൈംഗിക വൈകൃതങ്ങളാണ്. അതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രണ്ടാമത്തെ അതിജീവിതയുടെ മൊഴിയിലൂടെയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ക്രൂരവും ഹീനവും മനുഷ്യത്വരഹിതവുമായ തികഞ്ഞ പെർവേർട്ടിൻ്റെ പ്രവർത്തികൾ. കൺമുന്നിൽ വന്ന സകല സ്ത്രീകളെയും ലൈംഗികോപകരണമായി മാത്രം കണ്ട വൃത്തികേടിൻ്റെ മനുഷ്യാകാരമായ ഒരു താണതരം മനുഷ്യനെന്ന പദവിക്ക് യോജിക്കാത്ത വ്യക്തിത്വം എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയും ഒക്കെയായി അയാൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെ ലജ്ജാകരമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സനീഷേ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണോ ആദ്യത്തെ ആരോപണത്തിലുണ്ടായത്, ആദ്യത്തെ പരാതിയിലുണ്ടായത്, ഏതാണ്ട് അതേ വിഷയങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ പരാതിയിലും രണ്ടാമത്തെ വ്യക്തിയുടെ പരാതിയിലും ആവർത്തിച്ചിരിക്കുന്നത്. ഇനി ഈ പരാതിപ്പെട്ടവരല്ലാത്തവരെക്കുറിച്ചും നമുക്കറിയാം. ഈ ഒരു പാറ്റേണാണ് എല്ലാം. അങ്ങേയറ്റം ക്രൂരമായി ആക്രമിക്കുക ഈ പെൺകുട്ടികളെ. ഇത് തന്നെയാണ് തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ കാര്യം നോക്കിയാൽ, അതായത് ഇയാൾ ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ശ്വാസം നഷ്ടമാകുന്നുണ്ട്. അതായത് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു, മരുന്നെടുക്കേണ്ടി വരുന്നു. അതിനുശേഷവും ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്ന ഗണത്തിൽപ്പെടുന്നതല്ല. അതിങ്ങനെ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഘടനയിൽ കേസ് എഴുതുമ്പോൾ വന്നു ചേരുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണ്, വിവാഹം ചെയ്യാമെന്നത് ഇയാൾക്ക് ഇവരോടടുത്ത് കൂടാൻ വേണ്ടിയിട്ട്, ഇവരെ ഇയാളുടെ സങ്കേതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഈ പെൺകുട്ടി തന്നെ ആ സെക്കൻഡിൽ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇയാളുടെ ഒരൊറ്റ എൻകൗണ്ടറിന് ശേഷം ഈ പെൺകുട്ടി തീരുമാനിക്കുന്നത് ഇയാളുമായി ജീവിതത്തിൽ ഒരു കാലത്തും ഇനി ഒരുമിച്ച് പോകരുത് എന്നതുകൂടിയാണ് ഈ മൊഴിയിൽ വ്യക്തമാകുന്നത്. അതായത് ഇയാൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ വേട്ടയാടുകയായിരുന്നു. നിശ്ചയമായിട്ടും ഇതിനകത്ത് ഇന്നത്തെ സംഭവത്തിൻ്റെ പ്രത്യേകത ഇതിനകത്തുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നതാണ്. കാരണം ആ പെൺകുട്ടി KPC പ്രസിഡന്റിനും മറ്റ് നേതാക്കൾക്കും, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധിക്കൊക്കെ മെയിൽ ചെയ്യുകയും അത് മാധ്യമങ്ങൾ കൂടെ മെയിൽ ചെയ്യുകയും ചെയ്ത് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പുറത്തു വന്ന വിശദാംശങ്ങൾ വളരെ ദീർഘമായിട്ടുള്ള മെയിലായിരുന്നു. ആ മെയിലിനകത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയും അതിനു മുമ്പുള്ള ഒന്നാം അതിജീവിതയുടെ കേസിൻ്റെ വിശദാംശങ്ങൾ, പരാതിയുടെ വിശദാംശങ്ങൾ നമുക്കറിയാമായിരുന്നിട്ട് പോലും അതറിയുന്ന ആളുകൾ പോലും ഈ രണ്ടാം കാര്യങ്ങൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോവുകയും ചെയ്തതാണ്. കാരണം അത്രയ്ക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതായത് ആ അതിജീവിത അവരുടെ പേരൊന്നും വെക്കാതെ, അഡ്രസ്സൊന്നും വെക്കാതെ, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഇങ്ങനൊരു കേസ് നടക്കുന്നതുകൊണ്ട് എനിക്കൂടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ KPC പ്രസിഡന്റിനോടും പാർട്ടിയോടും ഇതിൽ പരാതി പറയുകയാണ് എന്ന് പറഞ്ഞ് അയച്ച മെയില്. പക്ഷേ ഇപ്പോൾ ഈ കേസിൻ്റെ തുടർ മുന്നോട്ട് പോക്കിൽ എനിക്ക് നേരിട്ട് തന്നെ ഞാൻ മൊഴി നൽകാമെന്ന് പറഞ്ഞ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നു, അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇതിലെ സാഹചര്യം. അതിനെ കാണേണ്ടത് ഇതിപ്പോൾ ഒരു ഒഫീഷ്യൽ പരാതിയായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് അറിയാം. പരാതിക്കാരി ഈ പരാതിയിൽ മൊഴി കൊടുത്തപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നിങ്ങൾ നോക്കണം, ഈ പറയുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ. കേരളത്തിന് പുറത്ത് വെച്ചാണ് ഈ പരാതിക്കാരിയിൽ നിന്ന് മൊഴിയെടുത്തിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പക്ഷേ ഈ കേസിൽ, ഈ രണ്ട് കേസുകളിലും ആദ്യത്തെ കേസുമായി ബന്ധപ്പെട്ടും ഇത് അതിനിർണായകമായുള്ള ഡോക്യുമെൻ്റായിട്ട് വരും. കാരണം ഇയാളിത് ഒരാളോടല്ല ചെയ്തിരുന്നത്, ഒരുപാട് ആളുകളെ ലൈംഗികമായിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്തായിരുന്നല്ലോ വന്ന പരാതികൾ. എന്ന് വെച്ചാൽ എഴുതിയിട്ടല്ലാതെ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള പരാതികളല്ലാതെ വന്ന ആരോപണങ്ങളും പരാതികളും നമ്മളെ അമ്പരപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം നമ്മൾ ആവർത്തിച്ച് RDXൽ ഞാൻ വർഷം പറഞ്ഞുകൊണ്ടേയിരുന്നത്, ഇത് നിങ്ങൾ പറയുന്ന പോലെ വിൻസെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മുകേഷിൻ്റെയോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെയോ അല്ലെങ്കിൽ അസംഖ്യമായിട്ടുള്ള മറ്റ് വളരെ മോശം ആക്റ്റുകളെയോ പോലെ അതിനേക്കാളൊക്കെ എത്രയോ മുകളിലുള്ള കുറ്റകൃത്യമാണിത് എന്ന് മാത്രമല്ല, ഇയാൾ ഒരുപാട് ആളുകളോട് ഒരു ക്രൂരനായ ലൈംഗിക കുറ്റവാളി, ആവർത്തിച്ച് സീരിയൽ റേപ്പിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന പോലെ ഒരുപാട് ആളുകളോട്, പ്രായവ്യത്യാസമില്ലാതെ ആളുകളോട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതിന് അല്ലെങ്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ഈ അന്വേഷണത്തിൽ തന്നെയും ഒരു തെളിവ് കൃത്യമായിട്ട് വരികയാണ്. ആൾ നേരിട്ട് വന്നിട്ട് പോലീസിന് SITക്ക് മൊഴി കൊടുത്തിരിക്കുകയാണ്. ആ മൊഴിക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ മൊഴി എങ്ങനെയാണ് മറ്റേ മൊഴിയോട് ചേരുന്നത്? ഞാൻ നിന്നെ റേപ്പ് ചെയ്യും എന്ന്
ഉപദ്രവിച്ചുകൊണ്ടിരിക്കെ പറയുക, ഈ പറയുന്ന ശാരീരികമായിട്ട് വല്ലാത്ത തോതിൽ മുറിവേൽപ്പിക്കുക, അതിക്രൂരമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് വിധേയയാക്കുക, ഈ പറയുന്ന ശ്വാസോത്തടസ്സവും മറ്റും ബുദ്ധിമുട്ടുമുള്ള ഈ പെൺകുട്ടി, ഈ മൊഴിയിലുള്ളത് ഈ പെൺകുട്ടി ഈ കുറ്റകൃത്യം നടക്കുന്നതിനിടയിൽ ശ്വാസം പോയിട്ട് ഇൻഹേലറോ മറ്റോ അടിക്കുമ്പോൾ അത് അടിച്ച ഉടനെ വീണ്ടും റേപ്പ് ചെയ്യുക, ഈ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുക, അങ്ങനെ കേട്ടാൽ നമ്മൾ മരവിച്ചു പോകുന്ന തരത്തിലുള്ള കുറ്റകൃത്യം ഇയാൾ ചെയ്തു എന്നാണ് നേരിട്ട് വന്നിട്ട് 23 വയസ്സുകാരിയായുള്ളൊരു പെൺകുട്ടി ഇപ്പോൾ പോലീസിന് മൊഴി കൊടുത്തു. 23 വയസ്സ് മാത്രം ഒരു കുട്ടിയാണ് എന്ന് ഓർക്കണം. അതും 2 വർഷം മുമ്പാണ്. 21 വയസ്സ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് ഇയാൾ ഇത്രമേൽ ഭീകരമായിട്ടുള്ള ലൈംഗിക ആക്രമണം നടത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് കോടതിക്ക് മുമ്പാകെ എല്ലാ കേസുകളും ഓരോന്നോരോന്ന് അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെറിറ്റിലാണ് നിശ്ചയമായിട്ടും കോടതി പരിഗണിക്കുക. പക്ഷേ ഇയാളിങ്ങനെ ആവർത്തിച്ച് കുറ്റകൃത്യം ചെയ്യുന്നതാണ് എന്നതിന് കോടതിക്ക് മുമ്പിൽ അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ചും അന്വേഷണ സംവിധാനങ്ങൾക്ക് മുന്നിൽ 2 കേസുകൾ ഇപ്പോൾ ഉണ്ട്, 2 പരാതികളുണ്ട്. അത് സ്വാഭാവികമായിട്ടും മറ്റു കാര്യങ്ങൾ ബലപ്പെടുത്തും. ഇപ്പോൾ നമ്മളീ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഉള്ളിലൂടെയെല്ലാം കടന്നു ചെന്ന് അന്വേഷണത്തിലൂടെയെല്ലാം കടന്നു ചെന്ന് ഇതിന് നിശ്ചയമായിട്ടും ഈ സ്ഥാപിക്കപ്പെടേണ്ടുന്ന വിധത്തിൽ തെളിവുകളായിട്ടൊക്കെ വന്നിട്ട് എന്താ സംഭവിക്കുക ആത്യന്തികമായിട്ട് എന്നൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ച് ചർച്ച ചെയ്ത കേസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും ആവില്ല ഇത് എങ്കിലും നമുക്കറിയാം, ഉറപ്പിക്കാം. പക്ഷേ എങ്കിലും കേസിൻ്റെ ആത്യന്തികമായ സംഗതി എന്താണ് എന്നത് ഇനിയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കടന്നിട്ട് എന്ന് വേണം. പക്ഷേ മനുഷ്യർക്ക്, ഞാൻ നേരത്തെ മറ്റേ കേസിലെന്ന പോലെ മനുഷ്യർക്ക് ഉറപ്പാണ്. അതായത് ജനത്തിനും മനുഷ്യർക്ക് കുറേയേറെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെയായിരിക്കും എന്നൊരു ഉറപ്പുണ്ട് മനുഷ്യർക്ക്. ആ ഉറപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മനുഷ്യർക്കുള്ളിൽ വന്നു കഴിഞ്ഞു. പുറത്ത് അയാളെ അനുകൂലിക്കുന്നവരായിട്ട് കാണുന്ന ആളുകൾ പോലും ചില ആളുകളെങ്കിലും ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തതിലുള്ള ആനന്ദം കൊണ്ട്, അതായത് അതേ ക്രൂര മനസ്സിലെ ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയുണ്ടല്ലോ, അതേ ക്രൂര മനസ്സിലെ ആളുകൾ ഇതിനകത്തുണ്ടാകുന്ന പ്രത്യേക ആനന്ദം കൊണ്ട് ഇയാളെ ഒരു ഹീറോ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യും. മറ്റു കുറേ ആളുകൾ രാഷ്ട്രീയമായിട്ട് ഇയാൾ ഭയങ്കരമായിട്ട് എൻ്റെ പാർട്ടിക്ക് വേണ്ടി ജോലി ചെയ്തയാളല്ലോ, ഇപ്പം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കും. മറ്റു കുറേ ആളുകൾ ഈ പറയുന്നൊന്നും വസ്തുതയാകില്ല എന്ന് സ്വയം അങ്ങ് വിചാരിച്ചിട്ട് കുറച്ച് ആളുകൾ പിന്തുണയ്ക്കും. അങ്ങനെ കുറച്ച് ആളുകൾ കേരള സമൂഹത്തിൽ പിന്തുണക്കുന്നു എന്നല്ലാതെ ഇയാൾ ഒരു മനുഷ്യന് ചെന്നെത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ അധപ്പതനത്തിലുള്ള ആളാണ് എന്ന് ഇതിനകം തന്നെ ബഹുഭൂരിപക്ഷം മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലായ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ വിശദാംശങ്ങളുമായിട്ട് വരികയാണ് ഈ പെൺകുട്ടിയുടെ ആദ്യ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയുള്ള പരാതി വന്നത്. ഇപ്പോൾ ആ കുട്ടി തന്നെയും നേരിട്ട് വന്ന് ആ മൊഴി പോലീസിന് കൊടുത്തോട് കൂടിയിട്ട് ആ കേസ് കൂടെ സ്ട്രോങ് ആവാനാണ് പോകുന്നത്. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷയിൽ വിധി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയാം. ഇപ്പോഴെല്ലാം ആരാലോ സംരക്ഷിക്കപ്പെട്ടിട്ട് ഇയാൾ ഏതോ സ്ഥലത്ത് കിടക്കുകയാണ്, പോലീസിൽ കസ്റ്റഡിയിലാവുന്നില്ല. പിന്നെ അറസ്റ്റിലേക്കൊന്നും പോകരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നുകിൽ പോലീസിന് ഇതുവരെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്തെന്നൊരു കാര്യം അവിടെയുണ്ട്, പോലീസിന് ഇതുവരെ കണ്ടെത്താനോ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പോലുള്ള ആളുകൾ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യം വെച്ച് പറയുന്നത് നിങ്ങളല്ലേ സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആരോ ഇയാളെ സംരക്ഷിക്കുന്നുണ്ട്. നീതിന്യായ സംവിധാനങ്ങൾക്ക് കീഴടങ്ങൂ, അന്വേഷണമായിട്ട് മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞു കൊടുക്കുകയുന്ന ആളുകൾ അയാൾക്കൊപ്പം ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അതിന് വഴങ്ങുന്ന ഒരു ക്രൂര അല്ലെങ്കിൽ അങ്ങനെ വഴങ്ങാത്ത ഒരു ക്രൂരകൃത്യം മനസ്സിലുള്ള ആളാണ് ഇയാൾ എന്ന കാര്യത്തിൽ വീണ്ടും വീണ്ടും തെളിവ് വരികയാണ്. റൈറ്റ്, അത് തന്നെയാണ്. അത് ഇതിനകത്തൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കർണാടകത്തിലെ വ്യക്തി എന്ന് പറയുന്നത് ഇതുവരെയുള്ള അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വെച്ചുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ, കർണാടകത്തിലെ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇതേ സമാന സ്വഭാവമുള്ള ഒരു കുറ്റവാളിയുടെ മനസ്സല്ല, ഒരു കുറ്റവാളി തന്നെയാണ്. ധാരാളം ജയിലനുഭവങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ സംരക്ഷണം ഒരുക്കിയിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് പോലീസിൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ ഉണ്ടാവേണ്ടതുമാണ്. കാരണം ഇവിടെ എന്താണ് ഈ ഒരു 2 കുറ്റവാളികൾ ചേർന്നാൽ എന്തൊക്കെയാണ് ഇനി പുതിയ ആസൂത്രണങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും നമ്മൾ ആശങ്കപ്പെടണമല്ലോ. അപ്പോൾ ആ ആശങ്ക പോലീസിന് ഉണ്ടാവേണ്ടതാണ് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് സനീഷ്. എന്തായാലും നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ഒരു അതിജീവിതയുടെ കഥ പറഞ്ഞു, ഒരു അതിജീവിതയ്ക്ക് നേരിടുന്ന ദുരവസ്ഥ നമ്മൾ വിലയിരുത്തി. അതിനൊക്കെ അപ്പുറത്ത് എന്തൊക്കെ സാഹചര്യത്തിലും ഉറച്ചു നിന്ന് ആ പോരാടാൻ തീരുമാനിച്ച അതിജീവിതയ്ക്ക് നമ്മളെല്ലാ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നും പറഞ്ഞു. അതേ അഭിവാദ്യങ്ങൾ ഈ അതിജീവിതകൾക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. കാരണം ഇത്തരം അതായത് വളരെ സ്വാധീനശേഷിയുള്ള ഒരു കുറ്റവാളിയാണ് ആദ്യത്തെ ഘട്ടത്തിലുണ്ടായിരുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ് സാഹചര്യം. ആ സ്വാധീനശേഷിയുള്ള, രാഷ്ട്രീയ സ്വാധീനശേഷിയുള്ള വ്യക്തിയോട് ഈ നിലയ്ക്ക്
പരാതിപ്പെടാനും ആ രാഷ്ട്രീയ വ്യക്തിക്കെതിരെ സ്വാധീനശേഷി പരാതിപ്പെടാൻ പണവും ഹർഷ ഈ അതെ, രണ്ട് പണം. കേസുകളിലും പണം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ്. ഘടകമാണ്. അതെ, അതെ. അതായത് നമ്മൾ ആദ്യത്തെ കേസിൽ ഈ പറയുന്നത്രക്ക് പണം ഇട്ടുമൂടാനുള്ളത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഒരുപക്ഷെ കാര്യങ്ങൾ പോവുക. അതെ. ഇവിടെയും പണം ഇയാൾക്കൊപ്പമുള്ള ബിസിനസ് പങ്കാളികളടക്കമുള്ള ഇയാളുടെ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ കൈവശമുള്ള ഒരുപാട് എണ്ണിത്തീരാനാകാത്ത വലിയ പണം ഇയാളെ ഇങ്ങനെ രക്ഷപ്പെടുത്തി നിർത്താൻ സഹായിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള അതിജീവിതകളുടെ തീരുമാനം എന്നത് തീർച്ചയായും മാതൃകാപരമാണ്. അവർക്കൊപ്പം തന്നെയാണ് RDX ന്യൂസ് മലയാളവും എന്ന് ഒരിക്കൽ കൂടി പറയുന്നു.